നമസ്കാരം, നോവയാണ് എന്ത് കഥ കുറിച്ച്. എന്ത് കഥയെന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് നോക്കിയാൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങളോട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കി ഈ ഒരാളുള്ള ഇട്ട കമൻ്റ് തന്നെ നോക്കിയാൽ 3500 ലൈക്കാണ്. ഇതുപോലെ ചിന്തിച്ചാൽ മതി ആൾക്കാർ. എന്നിട്ട് ഹോട്ടലുകാരും സ്റ്റാഫിനെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വന്ന 4-5 ആൾക്കാർ കള്ളു പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ഒന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കുക. കാരണം അവരെ തലയിൽ നിന്ന് ഒഴിവാവണമല്ലോ, അതിനും വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറ്റിപ്പുറത്ത് ചോറും മീനും എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നടന്ന ഒരു അടിയാണ്. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട്, മീനിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ സ്വാഭാവികം, ഒരാൾ അധ്വാനിച്ച പൈസ വെറുതെ കൊടുക്കുമ്പോൾ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അവരൊരു പ്രതീക്ഷിക്കുന്നൊരു വിലയുണ്ട്. ഈ മീനിന് ഇത്ര പൈസ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ ചോറിന് ഇത്ര പൈസ ഉണ്ടാവും, ഈ ബിരിയാണിക്ക് ഇത്ര പൈസ ഉണ്ടാവും. അധികം നമ്മളെ പിയുന്ന സമയത്ത് ചോദിച്ചെന്ന് വരും, എന്താ ഇത്ര ചെറിയ മീൻ ഇത്ര പൈസ എന്താ, ഇല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ ചോദിക്കും, എന്തായാലും ചോദിക്കും. ഞാൻ ചോദിക്കോട്ടെ, എൻ്റെ കാര്യം പറയാം. ഞാൻ ഈ ഷോപ്പിൻ്റെ ഈ ഹോട്ടലിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു പ്രവാസിയാണ്, നാട്ടിൽ പോയ സമയത്ത് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ചില ഇഷ്ടമില്ലാത്ത സംഭവം കണ്ടാൽ ഞാൻ പ്രതികരിക്കും, ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കും, പറയേണ്ടത് പറയും. അതാണ് എനിക്കും ശീലം. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ആൾ ചോദിച്ചത്, എന്താണ് ഇത്ര റേറ്റ്. അയാൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അയാളാണ് പൈസ കൊടുക്കുന്നത്, അയാൾക്ക് ചോദിക്കുക എന്തിനാണ് ഇത്ര പൈസ എന്ന് ചോദിക്കുക. അവർക്ക് ഹോട്ടലുകാരെന്ത് ചെയ്യുക, അതിനെ മാന്യമായിട്ട് ഡീൽ ചെയ്യുക. എങ്ങനെ, നമ്മൾ റേറ്റ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കണം. സ്റ്റാഫായെങ്കിലും എല്ലാവരും എന്തറിയാം ചെയ്യേണ്ടത്, ഇത്രയെല്ലാം പബ്ലിക് ഉണ്ട്, നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇത്രയൊക്കെ പബ്ലിക് ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളാടെ എന്താ അറിയോ സംഭവിച്ചത്, നിങ്ങൾക്കൊരു വിചാരമുണ്ട് എന്തെന്ന് വെച്ചാൽ, ഇഷ്ടം പോലെ കസ്റ്റമർ നമ്മളെടുത്ത് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മളെന്തോ ആണ്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ്, പിന്നെ നമ്മൾ ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആൾക്കാരെ കൈകാര്യം. നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്തെന്നറിയോ, നിങ്ങൾ അടിച്ചില്ലേ, ആ അടിച്ച ആൾക്കാരെ പോലെ കുറച്ച് ടീംസ് നിങ്ങളെ കടയിൽ വന്നില്ലെങ്കിൽ, അന്ന് മുതൽ ഈ പ്രശ്നം ഉണ്ടായ അന്ന് മുതൽ നിങ്ങളെ കടയിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ, വലിയ ഇത് പറയുന്നുണ്ടല്ലോ, 160 ആളുണ്ട്, 160 ആൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്, 160 സ്റ്റാഫുണ്ട് നമ്മളെ കടയിൽ എന്ന് പറയുന്നു. നിങ്ങൾ തല്ലി വിട്ടില്ലേ? അതുപോലെ കുറച്ച് ടീംസ് എന്ത് ചിന്തിക്കും, ഇനി അങ്ങോട്ട് പോണ്ട. ഇപ്പം ഞാൻ ചിന്തിച്ച പോലെ, ഞാനെന്ത് ചിന്തിച്ച്, നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് ചിന്തിച്ച്. ഞാനിപ്പോൾ ചിന്തിക്കുന്ന അങ്ങോട്ട് പോണ്ട. അതുപോലെ കുറച്ച് ആൾക്കാർ ഇത് ചിന്തിച്ച് ഇങ്ങനെ തീരുമാനം എടുത്ത് ഇനി അങ്ങോട്ട് പോകണ്ടാന്ന്. 160 ആൾക്കാരുള്ള സ്റ്റാഫുള്ള നിങ്ങളെ സ്ഥാപനത്തിൽ കുറച്ച് ആൾക്കാർ വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പകുതി ആൾക്കാർ വരുന്നില്ല എന്ന് ചിന്തിച്ചോ, അപ്പോൾ എന്താവും? 80-ലേക്കെത്തും സ്റ്റാഫ്. സ്റ്റാഫ് എന്ത് ചെയ്യും? സ്റ്റാഫിനെ കുറക്കേണ്ടി വരും. ആർക്ക്? ഓണറിന്. കാരണം മുന്നത്തെ പോലെ കച്ചവടം ഇല്ല, അടിപിടി ഉണ്ടാക്കി, പേര് ബടുക്കായി, ആൾക്കാർ വരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണ്ട, എപ്പോഴും ആൾക്കാരുണ്ടാവും എന്ന് ചിന്തിക്കണ്ട. മനുഷ്യന്മാരാണ്, നമ്മളെ ആൾക്കാർ ചിന്തിച്ചാലുണ്ടല്ലോ അങ്ങോട്ട് പോകണ്ട എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞ്. 160 എടുത്ത് 80-ലേക്ക് എത്തി. മനസ്സിലാകുന്നുണ്ടാ? നിങ്ങൾ നോക്കേണ്ടത് എന്തറിയോ, 160 എടുത്തേക്ക് 320 ആക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം അറിയോ? നിങ്ങൾ തല്ലി വിട്ടില്ലേ,
അവരെ പോലത്തെ ആൾക്കാർ വീണ്ടും വന്നാലേ 160 ഉള്ള അടുത്തേക്ക് 320 ആവുള്ളൂ. നിങ്ങളെന്ത് വിചാരിച്ച്? നിങ്ങളെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരാണ്, പുറം നാട്ടിലത്തെ ആൾക്കാരാണ് ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. വീഡിയോ കണ്ടിട്ട് കുറേ മണ്ടന്മാർ വീഡിയോയിൽ റീൽസും കണ്ടിട്ട് പോയിട്ട് കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താക്കുക, എന്തെങ്കിലും അവർ ചോദ്യം ചെയ്യുമ്പോൾ റേറ്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുമ്പോൾ തല്ല പിടിക്കുക, ഇതാണോ നിങ്ങൾ ഇത്? അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് മനസ്സിലായല്ലോ. 160 ഉള്ളടുത്ത് നേരെ 80 എത്തും, 80 ഉള്ളടുത്ത് നിന്ന് 40 എത്തും, പിന്നെ 20 എത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നല്ലോണം ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കണ്ട. പ്രൈസൊക്കെ നോർമൽ പ്രൈസ്, നല്ല ടേസ്റ്റുള്ള ഫുഡ്, വൃത്തി, ആൾക്കാരുടെ പെരുമാറ്റം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഹോട്ടൽ നിലനിൽക്കുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ആൾക്കാർ വരില്ല. വൃത്തി, ആൾക്കാരുടെ വെയിറ്ററിൻ്റെ ആയാലും ഓണറിൻ്റെ ആയാലും സ്വഭാവം, ഫുഡ് ടേസ്റ്റ്, പ്രൈസ്, ഇതിലേതെങ്കിലും ഒന്നിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ വരില്ല പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. നിങ്ങൾക്ക് നല്ലത്. ആർക്ക് നല്ലത്? നിങ്ങൾക്ക് നല്ലത്. ഇതുപോലെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന എല്ലാവർക്കും നല്ലത്. ഓക്കെ.